നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അതിൽ ഒരു തരത്തിലും അതിനെ ഒന്നും ബാധിക്കാതെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും വികസനത്തിനും ഒരുപോലെ ഫണ്ട് മാറ്റിവെക്കുക എന്ന് പറഞ്ഞൊരു വലിയ ടാസ്ക് ആയിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രി കൊട്ടാരക്കരയിൽ MLA കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ സർക്കാരിനെ ഈ രണ്ടാം പിണറായി വർഷം നയിച്ചത്. അതൊരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. അദ്ദേഹം വീണ്ടും ഇവിടെ കൊട്ടാരക്കരയിൽ ജനവിധി തേടുന്നു. ഏറ്റവും ഒടുവിൽ പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ മുഴുവനും അതിജീവിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അദ്ദേഹം മുന്നോട്ട് പോയത്. വിജയപ്രതീക്ഷയാണ്, നമുക്കതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഈ ചലഞ്ചസിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? പ്രത്യേകിച്ച് ഇലക്ഷൻ ചലഞ്ചസ്, അപവാദങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നല്ലോ, നുണപ്രചരണങ്ങളെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വാസ്തവത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അത്രയും ഗവൺമെൻറ്റിനെതിരായിട്ട് കാര്യങ്ങൾ പറയാൻ UDF പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ മേഖലയും അവർ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പൊതുവെ വകുപ്പുകളെടുത്താൽ പറ്റുന്ന ഒരു സ്ഥിതി. അത് ഈ ഗവൺമെൻറ് 5 വർഷം മുമ്പ് അധികാരത്തിൽ വന്നപ്പോൾ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് UDF വിചാരിച്ചിരുന്നത്, പ്രതിപക്ഷ കക്ഷികളൊക്കെ വിചാരിച്ചിരുന്നത്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ടുള്ള വലിയ ശ്രമം കേന്ദ്രത്തിൻ്റെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോവിഡ് കഴിഞ്ഞതിൻ്റെയൊക്കെ പിന്നാലെ വരുന്ന ഒരു സമയത്ത് ട്രഷറി അടച്ചു പൂട്ടും, ശമ്പളം കൊടുക്കാൻ പറ്റാതെ ഗവൺമെൻറ് തകർന്നു പോകും. അതുകൊണ്ട് ഞങ്ങളധികം ജോലി ചെയ്യേണ്ടതാണ്. കാരണം അവർ പറയുന്നതിനകത്ത് ചില അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, വെട്ടിക്കുറച്ചു. തെലങ്കാനയിൽ ശമ്പളം 30% മറ്റോ വെട്ടിക്കുറയ്ക്കുമെന്ന് വാർത്ത വരുന്നു. പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. കർണാടകത്തിൽ ഈ മാസം 10-20 ദിവസം കഴിഞ്ഞിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനൊരു സ്ഥിതി കേരളത്തിൽ വരുമെന്ന് കരുതിയിട്ടാണ് അവരത് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് നന്നായി കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം പ്രവർത്തിക്കാൻ പറ്റി. ധാരാളം കാര്യങ്ങൾ ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ ധാരാളം വികസിപ്പിച്ചു. കൂടുതൽ വികസന കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് ജനങ്ങളാകെ അംഗീകരിക്കുന്നതാണ്. ക്ഷേമ പദ്ധതികളുണ്ട്, ക്ഷേമ പെൻഷനായാലും സ്ത്രീ സുരക്ഷാ പദ്ധതിയായാലും പെൻഷനായാലും. അതേപോലെ പുതിയ ജോലി അവസരങ്ങളും പുതിയ വികസനവും ഒക്കെ എല്ലാം കൂടി ചെയ്യാൻ പറ്റി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോഴോ? കൊട്ടാരക്കര മണ്ഡലത്തിലും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ശൈലി. അപ്പോൾ ആ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ എന്തെല്ലാം ഗോസിപ്പുകൾ ആരുകൾ പറഞ്ഞാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിക്കും. കൂടുതൽ വീണ്ടും മൂന്നാമതൊരു ഗവൺമെൻറ് കൂടി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. IT നഗരമായിട്ട് പ്രഖ്യാപിക്കാനും റോബോട്ടിക്കിൻ്റെ നിർമ്മാണ കമ്പനി പോലും ഇവിടെ കൊണ്ടുവരാൻ പറ്റി. അത് സ്വാഭാവികമായും ഈ മണ്ഡലത്തിലെ യൂത്തിനെ അടുപ്പിച്ച് നിർത്താൻ സഹായിക്കില്ലേ? എന്തായാലും കേരളത്തിലാകെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന നെടുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റോയൽ കല്യാണ മണ്ഡപത്തിലാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സോഹോയുടെ ക്യാമ്പസ് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ കൂടുതൽ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, കേരളത്തിന് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ, കേരളത്തിന് വേണ്ടിയിട്ട് ധാരാളം തൊഴിലവസരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടെന്നുള്ളതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൊട്ടാരക്കരയിൽ വിജയം സുരക്ഷിതം എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം എങ്ങനെയൊക്കെയാണ് അതിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.